മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ലൊരു മീൻ കറിയാണ്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ഒരു മീൻ കറിയാണ്. നമ്മൾ സാധാരണ ഒന്നീ കുടംപുളി ഇട്ട് വെക്കും, അല്ലെങ്കിൽ സാമ്പാർ പുളി, അല്ലെങ്കിൽ പിഴുപുളി, അതിലേതെങ്കിലും ഒരെണ്ണം ഇട്ടായിരിക്കും വെക്കുന്നത് അല്ലേ. ഇന്ന് നമ്മൾ ആ രണ്ട് പുളിയും കൂടെ ചേർത്തൊരു മീൻ കറി കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചികൾ എപ്പോഴും നമ്മൾ ഡിഫറെൻ്റായിട്ട് കുക്ക് ചെയ്ത് കഴിക്കണം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1/2 കിലോ മീന, ഒരു 7-8 ചുവന്നുള്ളി, പിന്നെ നല്ലൊരു പീസ് ഇഞ്ചിയുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. നമ്മൾ ഈ ഫിഷ് കറിയൊക്കെ 2-3 ദിവസത്തേക്ക് വെച്ചേക്കണമെങ്കിൽ നമ്മൾ ഈ ചുവന്നുള്ളി ആഡ് ചെയ്യത്തില്ലേ, പെട്ടെന്ന് കേടാവും. ഇതിപ്പോൾ ഞാൻ കുറച്ച് മീനെല്ലാം എടുത്തിട്ടുള്ളൂ. പക്ഷെ കറിക്കകത്ത് ഈ ചുവന്നുള്ളി ഇടുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ചുവന്നുള്ളി എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുടംപുളി, ഒരു പീസ് കുടംപുളിയാണ്. അത് ചെറുതായിട്ട് ഞാൻ പിച്ചി കീറി ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വെച്ചേക്കുക, അപ്പോൾ പുളി പെട്ടെന്ന് ഇറങ്ങും. പിന്നെ വേണ്ടത് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി, അല്ലെങ്കിൽ പിഴുപുളി, അല്ലെങ്കിൽ സാമ്പാർ പുളി. ഇത് ഞാൻ പുളി പിഴിഞ്ഞ് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഒരു ടൊമാറ്റോ നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറില്ലേ അതിലിട്ട് അരച്ചെടുത്തേക്കുന്നതാണ്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മീൻകറിക്കൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. ഇനി അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഉലുവ ഒന്ന് ചൂടാകണേ. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കണേ. അതൊരു 1 മിനിറ്റ് ഒന്ന് ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കണേ. ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് ഈ എണ്ണയിലോട്ട്, നമ്മൾ എണ്ണയ്ക്കകത്ത് എന്ത് സാധനം ഇട്ടാലും അതിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങും. അത് ഈ പട്ട ഗ്രാമ്പൂ ഒക്കെ ഉണ്ടല്ലോ, ബിരിയാണിക്കൊക്കെ ഇടുമ്പോൾ നമ്മൾ ആദ്യം ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റത്തില്ലേ, അതിൻ്റെ ആ ഫ്ലേവർ നന്നായിട്ട് അപ്പോൾ എണ്ണയിലേക്ക് വരുവേ. അപ്പോൾ ആ കറിയിൽ മുഴുവൻ നന്നായിട്ടത് ആ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങി വരും. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്യണം. ഈ എണ്ണയ്ക്കകത്ത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കിടന്ന് മൂക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ലാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചമുളകും ചുവന്നുള്ളിയും കൂടെ ആഡ് ചെയ്യുക. ഇത് നന്നായിട്ട് കിടന്നൊന്ന് വഴലണേ ഈ എണ്ണയ്ക്കകത്ത്. പെട്ടെന്ന് നമ്മൾ എടുത്ത് തീർക്കുന്ന കറിയാണെങ്കിൽ നമ്മൾ ചുവന്നുള്ളി ഉപയോഗിക്കാവുള്ളേ. അല്ല, നമുക്ക് 2-3 ദിവസം വെച്ചേക്കേണ്ട മീൻ കറിയാണെങ്കിൽ നമ്മൾ ചുവന്നുള്ളി അതിനകത്ത് ഇടരുത്. മീൻകറി പെട്ടെന്ന് കേടാവും. പക്ഷേ ഈ ഉള്ളി ഇടുമ്പോഴേ നല്ല ടേസ്റ്റാണ് കറിക്ക്. ഇന്ന് തന്നെ എടുക്കാവുന്ന, അല്ലെങ്കിൽ മാക്സിമം നാളെയും കൂടി ഉപയോഗിക്കാവുന്ന കറികൾ. അപ്പോൾ വലിയ ചൂടൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് സ്വല്പം ചുവന്നുള്ളിയും കൂടി ഇടുന്നതാണ് കറിക്ക് ടേസ്റ്റ് കേട്ടോ. ഞാൻ പല ടൈപ്പ് മീൻ കറികൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ചിലത് ഈ എണ്ണയൊന്നും ഒട്ടും ചേർക്കാതെ കോഴിക്കോട് സ്റ്റൈൽ ഫിഷ് കറിയൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കാണണേ, അതൊന്ന് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അതിനകത്ത് ഒരു തുള്ളി എണ്ണ പോലും നമ്മൾ ചേർക്കത്തില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ആ കറിക്ക്. ചിലർക്കുണ്ടല്ലോ അധികം എണ്ണയൊന്നും ഉപയോഗിക്കരുതെന്നൊക്കെ പറയത്തില്ലേ, അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ആ കറികളൊക്കെ കേട്ടോ. അപ്പം അതെല്ലാം കണ്ടിട്ട് ഓരോ സ്റ്റൈലിൽ ചേർത്തിട്ടുണ്ട്. അങ്കമാലി ഫിഷ് കറി ഇട്ടിട്ടുണ്ട്, തൃശ്ശൂർ സ്റ്റൈൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഫിഷ് കറി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഒരേ ടൈപ്പ് കഴിക്കുമ്പോഴേ നമുക്ക് ഫുഡ് മടുക്കും, നമുക്കൊരു ടേസ്റ്റ് അങ്ങോട്ട് വരത്തില്ലല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പം വേറെ ഓരോ സ്ഥലത്തെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുകളാണ് മീൻകറി ആണെങ്കിൽ. ഇതെല്ലാം നന്നായിട്ട് നമ്മൾ മൂപ്പിക്കുന്നത് എന്താണെന്നറിയോ, കറികൾ അന്നേരം പെട്ടെന്ന് കേടാകത്തില്ല. ഇപ്പോൾ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു 3-4 ദിവസം ഫ്രിഡ്ജിൽ വെക്കാതെ സുഖമായിട്ട് പുറത്തിരിക്കും. കാരണം നമ്മൾ അതുപോലാണ് ആ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നമ്മൾ കറി എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, കുത്തി ഇളക്കിയൊന്നും കറി എടുക്കാൻ പാടില്ല. ഒരു സൈഡിൽ നിന്ന് പതുക്കെ എടുക്കാവുള്ളൂ. പിന്നെ രാവിലെ അതൊന്ന് തിളപ്പിച്ചൊക്കെ വെക്കുക. അങ്ങനെയാണ് പുറത്തൊക്കെ കറികൾ സൂക്ഷിച്ചു വെക്കുന്നത്. അത് ഏത് കറിയാണേലും വല്ലാതിട്ട് ഇളക്കി അങ്ങ് എടുക്കുമ്പോൾ ആ കറി പെട്ടെന്ന് കേടായി പോകും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിപ്പോൾ ഏതാണ്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാം, ആദ്യം സിമ്മിലേക്ക് ആക്കി വെക്കണം ഫ്ലെയിമ്. എന്നിട്ട്
ഈ പൊടികൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ പൊടി ഇതുപോലെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം ശരിക്ക്. അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി. ചില സമയം ഞാൻ ഈ മുളക് പൊടി ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇടത്തില്ല, അല്ലാതെ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെക്കും. അപ്പോൾ പിന്നെ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാതെ നമുക്ക് കുറച്ച് നേരം ഇട്ട് വഴറ്റിയെടുക്കാം. ഈ പൊടി ഇടുമ്പം എപ്പോഴും ശ്രദ്ധിച്ചോണം, അത് കരിഞ്ഞു പോകരുത് കേട്ടോ. 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയാൽ മതി. സിമ്മിലിട്ടേ വഴറ്റാവുള്ളേ. പിന്നെ നമ്മൾ ഈ ടൊമാറ്റോ അരച്ച് വെച്ചേക്കുന്നില്ലേ, അത് ചേർത്ത് കൊടുത്തിട്ട് അതും ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. തക്കാളിയുടെ ആ ഒരു പച്ചച്ചൊവയും കൂടെ ഒന്ന് മാറിക്കിട്ടണം. ഈ തക്കാളി ഇതുപോലെ അരച്ച് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, ഗ്രേവി കുറച്ച് തിക്കായിട്ട് കിട്ടും. അല്ലാതെ നമ്മൾ ഈ അരിഞ്ഞിടുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ ഒന്ന് അരച്ച് ചേർക്കുന്നതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും കുറേശ്ശെ ഉപ്പേ ചേർക്കാവുള്ളൂ. ഒരുപാട് ഇപ്പം കറികളൊക്കെ ഉണ്ടാക്കി നല്ല പരിചയമുള്ളവരാണെങ്കിൽ അവർക്ക് ആ ഒരു കണക്കറിയാം. അല്ലാതെ ഈ കുക്കിങ്ങൊക്കെ തുടക്കം ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, അവരൊക്കെ പെട്ടെന്ന് കയറി ഒരുപാട് ഉപ്പിടരുത്. കുറച്ച് ഉപ്പിട്ടിട്ട് നോക്കുക. ഉപ്പില്ലേ രണ്ടാമത് നമുക്ക് ചേർക്കാം, കുഴപ്പമില്ല. ഉപ്പ് കൂടിയ കറി ഒരു ടേസ്റ്റും ഇല്ലാതായി പോവേ. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് തക്കാളി ഇട്ട് കഴിഞ്ഞിട്ടേ. അപ്പോൾ അതിൻ്റെ ഒരു 2-3 മിനിറ്റ് വഴറ്റുമ്പോഴത്തേന് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി, ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറി നല്ല സെറ്റായിട്ട് വരുവേ. ഇതുകൊണ്ട് ആ ഒരു എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് പുളിയൊക്കെ ആഡ് ചെയ്യാവേ. എണ്ണമയൊക്കെ തെളിഞ്ഞ് വരുന്ന കണ്ടോ. സമയത്ത് നമുക്ക് ആദ്യം ഈ പിഴുപുളി ഈ പുളികളൊക്കെ ചേർക്കുന്നത് കുറേശ്ശേ വേണം കേട്ടോ. നമ്മൾ 3 ടൈപ്പ് സാധനമാണ് പുളിക്കായിട്ട് ചേർക്കുന്നത്. 1 ടൊമാറ്റോ, 1 പിഴുപുളി, 2 പീസ് കുടംപുളി ഇട്ടാൽ മതിയേ. 2-3 ഇത് ഞാൻ വലിയൊരു കുടംപുളി എടുത്ത് കീറിയിട്ടേക്കുവാണേ, അല്ലാതെ ഒരുപാട് പുളിയില്ല. ഇത് ചെറുതായിട്ട് കീറിയിട്ടുകൊണ്ടാണ് പുളി ഒത്തിരി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. ഇത് ഒരൊറ്റ പുളിയാണ്. ഞാനത് കീറി വെള്ളത്തിലിട്ട് ഉപ്പിട്ട വെള്ളമില്ലേ അതിനകത്തിട്ടേക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് പുളി ഇറങ്ങും. എന്നിട്ട് ആ വെള്ളം കൂടി ഇതിനകത്തങ്ങ് ചേർത്ത് കൊടുത്തേക്കണേ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിക്കോണേ, സ്വല്പം കൂടി ഉപ്പാകാം. ഇങ്ങനെ 2 പ്രാവശ്യമായിട്ടേ ഉപ്പിടാവുള്ളേ. ഇതിന് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യണം. നമ്മുടെ അരപ്പ് ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മീൻ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇത് തിളച്ച് വരുമ്പോൾ ഉണ്ടല്ലോ കുറച്ചുകൂടെ ചാറ് വരും. കാരണം ഈ മീനകത്തൊന്നും കൂടെ കുറച്ച് വെള്ളം ഒന്ന് ഇറങ്ങുവേ. ഇത് നല്ല കപ്പയുടെയും ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ പോകും. ചപ്പാത്തിയുടെ കൂടെ മീൻകറി കൂട്ടാൻ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ. നല്ല അടിപൊളി കപ്പ വേവിച്ചതിൻ്റെ ഒക്കെ കൂടെ ഉണ്ടല്ലോ, ഇത് നല്ല സൂപ്പർ കറി ആയിരിക്കുവേ. ഇനി നമുക്കൊരു 10 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കണം. അല്ലാതെ 10 മിനിറ്റ് 12 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ ഫിഷ് അങ്ങ് വേവുവേ. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് നോക്കുകയും അതിൻ്റെ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുകയും എല്ലാം ചെയ്യണേ. ഇത് മീൻ ഇട്ട് കഴിഞ്ഞുണ്ടല്ലോ, ഇത് ഇങ്ങനെ കുത്തി ഇളക്കരുത്. അങ്ങനെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ 2 തുണി പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയും ചെയ്യാവുള്ളേ. അല്ലെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് സ്പൂൺ ഇട്ടൊന്ന് നടുക്കൊന്ന് ഇളക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യാവുള്ളൂ. അല്ലാതെ മൊത്തത്തിൽ ഇട്ട് ഒരിക്കലും ഇളക്കരുത്. ഇളകിക്കഴിഞ്ഞാൽ ഈ മീനെല്ലാം പൊടിഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ മീൻകറി ഇവിടെ വെച്ചിട്ട് 8 മിനിറ്റായേ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ മീൻ വെന്തോളും കേട്ടോ. സോഫ്റ്റായിട്ടുള്ള മീനാണെങ്കിൽ അതങ്ങ് വെന്തോളും. അല്ലെങ്കിൽ ഒരു 12 മിനിറ്റ് മാക്സിമം, അല്ലാതെ അതിൽ കൂടുതലിട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ കുറച്ച് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് ഞാൻ സിമ്മിലിട്ട് വേവിക്കുവേ. ഇപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിം ആയിരുന്നു ഇട്ടിരുന്നത്. ഇനി നമ്മൾ സിമ്മിലേക്ക് മാറ്റി ഒരു 3-4 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. അപ്പോഴത്തേന് നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഫിഷ് കറി റെഡി ആവുമേ. ഇതൊരു 4 മിനിറ്റ് സിമ്മിലിരിക്കട്ടെ. അപ്പോഴത്തേന് ആ പുളിയെല്ലാം ആ മീനകത്ത് പിടിച്ച് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഒരു 4 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. നമ്മുടെ ഫിഷ് കറി ഇവിടെ സിമ്മിൽ വെച്ചിട്ട് ഒരു 4 മിനിറ്റായേ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ഫിഷ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്കൊരു സ്വല്പം വെളിച്ചെണ്ണയിൽ തിരിച്ചോന്നുള്ളിയും കടുകും ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ടാൽ മതിയേ. ഞാനിവിടെ ഫിഷ് കറി ഒരു 12 മിനിറ്റ് കൊണ്ട് റെഡിയാകുമെന്ന് പറഞ്ഞത്
ഈ വഴറ്റിയെല്ലാം കഴിഞ്ഞ് നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞിട്ടുള്ള 12 മിനിറ്റാണ് കേട്ടോ. അല്ലാതെ ഇതിൻ്റെ കുക്കിംഗ് തുടങ്ങുമ്പോൾ മുതലുള്ളതല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. മീൻ ഇട്ട് കഴിയുമ്പം 12 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫിഷ് കുക്കായി കിട്ടും. പിന്നെ ചില മീനുകളുണ്ടല്ലോ, കട്ടിയുള്ള ടൈപ്പ് മീനുകൾ, അതിനാകുമ്പോൾ ഒരു സ്വല്പം കൂടെയൊക്കെ ഒന്ന് സമയം എടുക്കുമായിരിക്കുമേ. ഞാനിവിടെ കടുക് താളിച്ച് ഇടാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചുവന്നുള്ളി, ഒരു 2 ചുവന്നുള്ളി മതി കേട്ടോ, ഒരുപാട് ഇടുന്നില്ല ഞാൻ. 1-2 ചുവന്നുള്ളി ഒന്നരിഞ്ഞ്, ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോൾ 1 വറ്റൽമുളകും കൂടെ ഞാനൊന്ന് അതിനകത്തോട്ട് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില എന്തേലും വേണം ഇടുക കേട്ടോ. കറിവേപ്പില ഞാനൊന്ന് കഴുകി വെച്ചു, അതുകൊണ്ടാണ് അതിൻ്റെ ആ വെള്ളമാണ് ഈ പൊട്ടിത്തെറിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ മീൻകറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാതെ 1 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുത്തേക്കണേ. ആ ഫ്ലേവറൊക്കെ ആ കറിക്കകത്തോട്ട് തന്നെ ഇറങ്ങാനാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി, അതായത് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇത് കേട്ടോ. ഇതൊരു 3 പുളി ചേർന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ കുടംപുളിയുടെ കൂടെ ആണേലും ടൊമാറ്റോ ചേർക്കാറുണ്ട്. പക്ഷേ ഇത് പിഴുപുളിയും കുടംപുളിയും ടൊമാറ്റോയും കൂടെ ചേർന്നാണ് ഇതിൻ്റെ ആ ഒരു പുളി ക്രമീകരിച്ചേക്കുന്നത്. ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനാണേലും ഇറച്ചിയാണേലും എല്ലാം ഡിഫറെൻ്റായിട്ട് നമ്മൾ ഓരോന്ന് കുക്ക് ചെയ്താൽ ആർക്കും മടുക്കാതെ എപ്പോഴും ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്